ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ളൊരു വീടാണ്. ഇത് പൈങ്കുളം സെൻറ്ററാണ് കേട്ടോ. പൈങ്കുളം സെൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് മെയിൻ ടൗൺ എന്ന് പറയുന്നത് ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പൈങ്കുളം സെൻറ്റർ, പൈങ്കുളം കിള്ളിമംഗലം റോഡാണിത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സെൻറ്ററാണ്. കടകളാകട്ടെ, മെഡിക്കൽ ഷോപ്പ്, ക്ലിനിക്ക്, അതുപോലെ അമ്പലം, മദ്രസ, പള്ളി, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമ്മളെ പ്രോപ്പർട്ടിയിലോട്ട് 1 കിലോമീറ്ററിനുള്ളിലാണ് ദൂരം. അതായത് 900 മീറ്റർ എന്നാണ് കറക്റ്റ് പറയുന്നത്. ഇത് ബസ് റൂട്ടാണ്. തൊഴുപ്പാടം ഷൊർണൂർ ബസ് റൂട്ടാണ് കേട്ടോ ഇത്. വീഡിയോ മുഴുവനായും കാണുക. എന്നാൽ ഇത് ബസ് റൂട്ടാണ്. ഇത് കണ്ടോ, തൊഴുപ്പാടം ചെറുതുരുത്തി ബസ്സാണ് പോകുന്നത്. അതായത് എല്ലാ അരമണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ ബസ്സുള്ളൊരു റൂട്ടാണിത്. ഈ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ താഴെ, അതായത് നടക്കാവുന്ന ദൂരമാണ് നമ്മളുടെ ഈ വീട്ടിനുള്ളത്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന പഞ്ചായത്ത് റോഡാണ്. ഇതാണ് നമ്മളെ വീട്. 7 സെൻറ്റ് സ്ഥലത്തിൽ 650 സ്ക്വയർ ഫീറ്റാണ് വീട്. നല്ല സ്ക്വയർ പ്ലോട്ടാണിത്. എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യം ഇതിലുണ്ട്. നമ്മൾക്ക് വീടിനുള്ളിൽ കാണാം. ഇതാണ് സിറ്റ് ഔട്ടാണിത്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വീടാണ്. കാരണം ഇവിടെ നിലവിൽ താമസിക്കുന്നില്ല. ചില നേരങ്ങളിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഈ വീട്ട് ഓണർ വന്നിട്ട് വൃത്തിയാക്കി ഇടലാണ് പതിവ്. ഇതിപ്പോൾ ഹാള്, നാല് വർഷ പഴക്കമാണ് വീട്ടിനുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഒരുപാട് ചെറുതുമല്ല എന്നാൽ നല്ല വലുതുമല്ലാത്തൊരു 2 ബെഡ്റൂമുകളാണ് ഇതിലുള്ളത്. ഇതിന് ഓണർ പെരിന്തൽമണ്ണയിൽ താമസിക്കുന്നതുകൊണ്ട് ആണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവിടെ ജോലി ആയതുകൊണ്ട് അവർ അവിടെ സെറ്റിൽഡാണ്, അവിടെയാണ് താമസിക്കുന്നത്. വീട് അവർക്ക് അവിടെ ഉണ്ട്. ഇത് അടുക്കള, യാതൊരുവിധ കേടുപാടുകളെന്ന് പറയുമ്പോൾ ക്രാക്ക്, അതുപോലെ വിള്ളലൊന്നും വീടിനില്ല. ഇതിൻ്റെ ബാക്കി പുറകുവശം മാത്രമാണ് ഈ ഒരു കോമൺ ബാത്റൂമും ആ ചെറിയൊരു വർക്ക് ഏരിയ മാത്രമാണ് ഓടിട്ടിട്ടുള്ളത്. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. എടുക്കുന്നവർക്ക് പിന്നെ അറ്റാച്ച്ഡ് ആക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് ഒരു വാതിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ റൂമിൽ നിന്ന് ഒരു വാതിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് വർക്ക് ഏരിയയാണ്. വിറകടുപ്പാണിത്. ഈ ഭാഗത്ത് മാത്രമാണ് ഓടുള്ളത്. ബാക്കി ഫ്രണ്ടേജും അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത് വാർപ്പ് തന്നെയാണ്. ഇവർ പുല്ലടിച്ചിട്ടില്ല. കുറച്ച് ദിവസം അവിടെ ഇല്ലാത്തത് കൊണ്ട് പുല്ലടിച്ചിട്ടില്ല. അപ്പോൾ ഒരു അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും പുറത്തുകൂടെയാണ് സ്റ്റെയർ ഉള്ളത്. നമുക്ക് മുകളിലോട്ടൊന്ന് നോക്കാം. നല്ല സ്ക്വയറായിട്ട് കിടക്കുന്നൊരു പ്ലോട്ടാണ്. പ്ലോട്ടിൻ്റെ ബാക്ക് വശമാണ് ഫെൻസിങ് ചെയ്തേക്കുന്നത്, കമ്പി വേലി. മുകളിലാണെന്നുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് എല്ലാം കഴിയണം. ഇപ്പോൾ അറിയാമല്ലോ, നല്ല ഒരു വീട് ഡ്രസ്സ് ചെയ്യണത്തിന് മാന്യമായൊരു തുക വരും. ഇതാണ് ഫ്രണ്ടേജ്. അതാണ് നമ്മൾ കാണുന്ന പഞ്ചായത്ത് റോഡാണ്. എല്ലാ വണ്ടികൾക്കും വരാം. 7 സെൻറ്റ് സ്ഥലമാണ് പ്രോപ്പർട്ടിയിലുള്ളത്. 600 സ്ക്വയർ ഫീറ്റ്. നാല് ഭാഗവും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ബാക്ക് വശം മാത്രമാണ് ഫെൻസിങ് ചെയ്തെടുക്കുന്നത്. പൈങ്കുളം സെൻട്രലിൽ നിന്ന് വെറും 900 മീറ്റർ മാത്രം. കുടിവെള്ളത്തിനായി ബോർവെല്ലും ഉണ്ട്. പിന്നെ നമ്മളെ പ്രധാനമന്ത്രി ഇവിടെ കണക്ഷനും നിലവിലെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഡ്രസ് വർക്കാണിത്. യാതൊരുവിധ കേടും വീട്ടിനില്ല.
ഇതൊക്കെ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ എന്നാണ് ഓണർ പറഞ്ഞതേ. വീടിൻ്റെ ചുറ്റുവശം നമുക്കൊന്ന് നോക്കാം. ഇവിടെ യാതൊരുവിധ കേടും നിലവിലില്ല. ഇത് പുല്ലടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഒരു തെങ്ങുണ്ട്, വീട്ടാവശ്യത്തിനുമായൊരു തെങ്ങുണ്ട്. ഈ ഭാഗത്ത് സ്ഥലത്തിന് വിലയുള്ള കൊണ്ടാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ പറയുന്ന വില 16 ലക്ഷം രൂപയാണ്. ഇതൊന്നും കുറയില്ല എന്ന് ലാസ്റ്റ് റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓണറുമായിട്ട് സംസാരിക്കാം. ബാക്ക് വശം മാത്രമാണ് ഇതിന് കുറച്ച്, അതായത് കോമൺ ബാത്റൂമാണ് ഓടായിട്ട് ഇവർ ചെയ്തെടുക്കുന്നത്. ബാക്കിയെല്ലാം വാർപ്പാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡ് വശം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.